ഹായ്. ഒട്ടനവധി മരണ വാർത്തകളാണ് ദിനം പ്രതി നമ്മൾ കാണുന്നതല്ലേ. ഇന്ന് എൻ്റെ നാട്ടിൽ ഒരു വാഹന അപകടം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചിട്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നത്. കാർ ഡ്രൈവർ ഉടനെ തന്നെ മരിക്കുകയും ഉണ്ടായി. KSRTC ഡ്രൈവർമാരിപ്പോൾ ഓട്ടിക്കുന്നത് എന്ത് രീതിയെന്ന് ഇതുവരെ എനിക്ക് പിടികിട്ടിട്ടില്ല. പണ്ടൊക്കെ തമിഴ്നാട്ടിലെ ബസ്സിൽ കയറുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ തന്നെ ആ പടിയിലൊന്ന് ചവിട്ടുമ്പോൾ തന്നെ അവർ ബെല്ല് കൊടുക്കുകയും ചെയ്യും, എടുക്കുകയും ചെയ്യും. പക്ഷെ അതിനേക്കാളും ഭയാനകമാണ് ഇപ്പോൾ KSRTC ബസ്സിൻ്റെ ഒരു അവസ്ഥ. ഒന്നും നോക്കണ്ട, ഒന്നും ശ്രദ്ധിക്കേണ്ട. അവരെ ആർക്ക് വേണ്ടിയാണ് ഓടിക്കുന്നതെന്ന് പോലും അറിയില്ല. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ KSRTC ബസ് തന്നെ കൊടുത്തിട്ടിരിക്കുന്നത്. പക്ഷേ അവർ ഓടിക്കുന്നത് കണ്ടാൽ പേടിച്ച് വിറച്ചാണ് ബസ്സിനകത്ത് തന്നെ ഇരിക്കേണ്ട ഒരു ഗതി വരുന്നത്. ആരെ തോപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓടുന്നത്? ഇതിനകത്തിരിക്കുന്ന മനുഷ്യരാണെന്ന ബോധം നിങ്ങൾക്ക് വേണം. എന്തുമാത്രം അപകടങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സ്വന്തം വീട്ടിലെ വണ്ടികളായിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഓട്ടിക്കുമായിരുന്നോ? ഒരു കുഴിയിൽ വീണാലും എവിടെയെങ്കിലും തട്ടിയാലും എവിടെയെങ്കിലും പോറിയാൽ പോലും നിങ്ങൾക്കൊരു മണ്ണുമില്ല. നിങ്ങൾ ആർക്കോ വേണ്ടി ഇത് ഓടിക്കുന്നു. നിങ്ങളൊരു ജോലി മാത്രം. ഇതിനകത്തിരിക്കുന്ന മനുഷ്യരാണെന്നോ അല്ലെങ്കിൽ കൈ കാണിക്കുന്നത് മനുഷ്യരാണെന്നോ ഉള്ള ഒരു ബോധം പോലും ഇല്ല. ഇന്നെനിക്ക് ഭയങ്കര വിഷമം തോന്നി ആ ഒരു വാർത്ത കണ്ടപ്പോൾ. കാരണം ഈ ബസ് വന്ന് ഇടിച്ച് ആ കാർ തവിട് പൊടിയായിപ്പോയി. കണ്ടു നിന്നവരെല്ലാം പറയുന്നുണ്ട് KSRTC ഡ്രൈവർ വന്നത് അമിത വേഗത്തിലാണെന്ന്. നിങ്ങൾക്ക് ആരെ തോപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഓടുന്നത്? ആളുകളുടെ ജീവനാണ് നഷ്ടമാകുന്നത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരൊക്കെ മദ്യപിച്ചിട്ടാണോ ഓടിക്കുന്നതെന്ന്. കാരണം ഇവരെയൊന്നും ആരും പരിശോധിക്കില്ലല്ലോ, ആരും ഒന്നും നോക്കില്ല. അവർക്ക് വണ്ടി എടുക്കുന്നു, പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. കുറച്ച് നാൾ മുൻപ് ഞാനും അമ്മയൊക്കെ വന്നപ്പോൾ ഒരു അങ്കിള് കൈ കാണിക്കുന്നുണ്ട് ബസ്സിന്. ബസ് ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു. ആ അങ്കിള് വിചാരിച്ചു കാലിന് സുഖമില്ലാത്തൊരു അങ്കിളായിരുന്നു. പക്ഷേ ആ സ്ലോ ചെയ്ത് അപ്പോൾ തന്നെ ബസ് എടുക്കുകയും ചെയ്തു. എന്തോ ഭാഗ്യത്തിന് അയാൾ ബസ്സിന് അടിയിൽ പോയില്ല. എന്നിട്ടാണ് കണ്ടക്ടർ ബെല്ല് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് ആ അങ്കിള് കയറിയത്. നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? ഈ കയറുന്ന ആളുകളുടെ ജീവന് ഒരു വിലയുമില്ലേ? പേടിച്ച് വിറച്ച് രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് വേണം ഇരിക്കാൻ. ഒരു വിട്ടാൽ പോലും തീർന്നു. ഈ നിങ്ങൾ കുറച്ചു പേർ ചെയ്യുന്ന ഒരു പ്രവൃത്തി വെച്ച് KSRTC ഡ്രൈവർമാർ മൊത്തമാണ് പഴിയേക്കുന്നത്. ഇപ്പോൾ വിരലിലെണ്ണാവുന്ന കുറച്ചു പേര് മാത്രമാണ് ഒരു ആത്മാർത്ഥമായിട്ട് ആ ജോലി ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ എന്തോ ആർക്കോ വേണ്ടി ഓടിക്കുന്നത് പോലെയാണ്. ഈ പാവപ്പെട്ടയും കഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ഒരു സാധാരണക്കാർക്ക് വേണ്ടിയുള്ളൊരു വാഹനമാണിത്. ആന വണ്ടി എന്ന് പറയുന്നത് തന്നെ ഒരു സാധാരണ മനുഷ്യരാണ് അതിൽ കയറുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ജീവനൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ വില മതിക്കണം. ആർക്കോ വേണ്ടി ഓടുന്നു, ആർക്കോ വേണ്ടി നിങ്ങൾ ഓട്ടിക്കുന്നു. ബസ്സിൽ പോകുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഇടുകയാണ്. ഭയങ്കരമായിട്ട് ബ്രേക്ക് ചവിട്ടുന്നു. ആളുകളൊക്കെ ഒന്നടങ്കം ഫ്രണ്ടിൽ പോകുന്നു. ഇടികിട്ടുന്നു. ഇടികിട്ടുന്ന ആൻറ്റി വിളിക്കുന്നു, അയ്യോ എനിക്ക് കൈ വേദനിക്കുന്നേ, കാല് വേദനിക്കുന്നേന്ന്. അപ്പോൾ മാത്രം അവർ നല്ലവരാകും. അയ്യോ ഹോസ്പിറ്റലിൽ പോകണോ അമ്മമ്മ, ഹോസ്പിറ്റലിൽ പോകണോ, ഹോസ്പിറ്റലിൽ കയറ്റാം, എവിടെയാണ് വീട്, എവിടെയാണ് നാട്. ഇത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന സംഭവമാണ്. അത്രയും നേരം അവന് പതുക്കെ പോകാൻ പറ്റത്തില്ല. ആ ബസ്സിനകത്ത് ഇരുന്ന ഒന്നടങ്കം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ബാക്കിൽ. പക്ഷേ ഫ്രണ്ടിൽ അവൻ കേൾക്കുന്നില്ല. അയാൾ കേൾക്കുന്നില്ല. അയാൾ ഓട്ടിക്കുന്നത് ഈ വണ്ടിക്കകത്തിരിക്കുന്ന അത്രയും പേര് കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഓട്ടിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഓട്ടിക്കണം. നിങ്ങളുടെ വീട്ടിലെ വണ്ടികൾ ഇവിടെ ഈ കുഴിയിൽ വീണ പ്രശ്നമാകുക, അല്ലെങ്കിൽ ഇവിടെ തട്ടിയ പ്രശ്നമാകുക എന്നൊക്കെ രീതിക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സർക്കാർ വണ്ടി എന്താണ് നിങ്ങൾ അങ്ങനെ ഒരു ശ്രദ്ധ കൊടുക്കാത്തത്? ആ വണ്ടിക്ക് ശ്രദ്ധിക്കുന്നില്ല, ആ കയറുന്ന ആളുകളെ ശ്രദ്ധിക്കുന്നില്ല. എന്തൊരു ഓട്ടിപ്പാണ് നിങ്ങൾ കാണിക്കുന്നത്? ഇങ്ങനെ ആരെ തോപ്പിക്കാൻ വേണ്ടിയാണ്?
എത്രമാത്രം ജീവനാണ് നഷ്ടമാകുന്നത്. പണ്ട് എന്നോട് അച്ഛൻ പറയുമായിരുന്നു, അച്ഛപ്പം ഇല്ല പക്ഷേ എന്നാലും എൻ്റെ അടുത്ത് അച്ഛൻ ബസ്സിൽ കയറുമ്പോൾ അച്ഛൻ പറയും, ഏറ്റവും മുന്നിലത്തെ സീറ്റിലും ഇരിക്കരുത്, ഏറ്റവും പിന്നിലത്തെ സീറ്റിലും ഇരിക്കരുത്, നടു ഭാഗത്ത് വേണം ഇരിക്കുക. അത് 2 കൈയും പിടിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കാവൂ. അത് ശരിയാണ്, നല്ലൊരു കാര്യമാണ് പറഞ്ഞു തന്നത്. കൊച്ചിയിൽ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. ഇപ്പോൾ പേടിച്ച് വരണ്ടാണ് ആൾക്കാരിയ്ക്കുന്നത് ബസ്സിനുള്ളിൽ. പണ്ടൊക്കെ നമ്മൾ കയറുമ്പോൾ കുഴപ്പമില്ല, 2 കൈയും പിടിക്കാതെയൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും, 2 കൈയും കെട്ടി വെച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങിയൊക്കെ വരാൻ പറ്റും. ഇപ്പം അങ്ങനത്തെ ഒരവസ്ഥ ഇല്ല. ഇപ്പം എപ്പോഴാണ് ഇടി കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ബൈക്കുകാരെ പിന്നെ പറയേ വേണ്ട. KSRTC ഡ്രൈവർ മാത്രമേ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. ബൈക്കുകാരെ പിന്നെ പറയേ വേണ്ട. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ മതി, നുഴഞ്ഞ് വേറൊരു വണ്ടിയൊക്കെ അതുവഴി പോകാൻ പറ്റാത്ത രീതിക്കായിരിക്കും അവർ വണ്ടി കൊണ്ട് പോകുന്നത്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ദയവേത് KSRTC ഡ്രൈവർമാരെ, നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മയത്തിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. ആളുകളാണ് ഇരിക്കുന്നതെന്നുള്ള ബോധവും നിങ്ങൾക്ക് വേണം. ഈ അധികാരികൾ കേൾക്കാൻ വേണ്ടി ഞാൻ ഒരേ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുന്നവരെ നിങ്ങൾ പരിശോധിക്കുന്നുണ്ടല്ലോ, മദ്യപിച്ചിട്ടുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ KSRTC ബസ്സിൽ നിങ്ങളൊരു നിയമം കൊണ്ടുവരണം. ഈ ഡ്രൈവർമാരെ നിങ്ങൾ പരിശോധിക്കണം. കാരണം പലപ്പോഴും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവർ കള്ളുകുടിച്ചിട്ടാണോ ഓടിക്കുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഒന്നടങ്കം എല്ലാവരെയും ആക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്നതോ അല്ല, ഈ കുറച്ച് പേര് ചെയ്യുന്ന കാര്യം വെച്ചിട്ടാണ് ബാക്കി എല്ലാവരെയും കൂടെ ക്രൂശിക്കേണ്ടി വരുന്നത്. എന്തായാലും ഇതിനെതിരെ നിങ്ങൾ എന്തായാലും ഒരു നടപടി എടുക്കണം. നിങ്ങൾ ഇവരെ KSRTC ഡ്രൈവർമാരെ നിങ്ങൾ മദ്യപിച്ചിട്ടാണോ വാഹനം ഓടിക്കുന്നത് എന്നുള്ള ഒരു പരിശോധന നിങ്ങൾ എന്തായാലും കൊണ്ടുവരണം. ഇപ്പോൾ ഓരോരുത്തരും വണ്ടിയിൽ കയറാൻ പോലും പേടിക്കുകയാണ്. ഇപ്പോൾ പ്രിയദർശിനി വന്നിട്ടും ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ഇവരൊക്കെ പോകുന്നത് കണ്ടാൽ തന്നെ പേടിയാണ്. ബസ് പോകുന്നത് കണ്ടാൽ തന്നെ പേടിയാണ്. ബസ്സിന് വേക്കുന്ന ഏതെങ്കിലും ഒരു വാഹനം വന്നാൽ ആ വാഹനത്തിന് മുന്നിൽ കയറാൻ ബസ് അനുവദിക്കില്ല. അങ്ങനത്തെ ഒരു ഈഗോ ഉണ്ട്. ചിലർ പറയുന്ന കേൾക്കാം, വണ്ടി നീ പെട്ടെന്ന് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഞാൻ ബസ്സാണെന്നൊന്നും നോക്കൂല, ഞാൻ നിന്റെ ദേഹത്തൂടെ കയറ്റി ഇറക്കി പോകുന്നു. എന്തൊക്കെ വർത്താനാണ് ഈ പറയുന്നതെന്ന് എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചാണ് പറയുന്നത് കേട്ടോ. തെളിവെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. ദയവേത് ഈ അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പരിശോധന നിങ്ങൾ കൊണ്ടുവരണം. മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കുകയും വേണം. അവരെ ഉടനെ തന്നെ KSRTC പുറത്താക്കുകയും വേണം. ഇല്ലെങ്കിൽ ഓരോ ജീവനും ഇതുപോലെ പൊലിഞ്ഞുകൊണ്ടേയിരിക്കും.